ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ കൂടി ചേരുകയാണ്. ടീച്ചർ, സാവരിയ ബസന്തിന്റെ ക്രൂരമായ കൊലപാതകം നമുക്കറിയാം. ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമായ ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ മതപരിവർത്തനം ശ്രമിച്ചതും ഈ പെൺകുട്ടിയെ അതിക്രൂരമായ ലാപ്ടോപ്പ് ഉപയോഗിച്ച് തല്ലിക്കൊല്ലുന്നതും. ഈ ഒരു കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എത്രത്തോളം പര്യാപ്തമാണ് എന്നുള്ളത് നമുക്ക് സംശയമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കൃത്യമായ ഒരു മാധ്യമ ശ്രദ്ധ പോലും ഈ വിഷയത്തിൽ പതിയുന്നില്ല. ഈ ഘട്ടത്തിലാണ് സദാനന്ദൻ മാഷ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഒരു കത്ത് നൽകുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസി തന്നെ ഈ വിഷയം അന്വേഷിക്കണം, എന്നാൽ മാത്രമേ സത്യം പുറത്തു വരികയുള്ളൂ എന്നുള്ളത്. എങ്ങനെയാണ് ടീച്ചർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? സത്യം പുറത്ത് വരേണ്ടതല്ലേ? കാരണം തുടർക്കഥയായി മാറുകയാണ് കേരളത്തിലിതൊക്കെ. തീർച്ചയായും വളരെ സന്തോഷം തോന്നുന്നു സദാനന്ദ മാസ്റ്റർ ഇതിൽ ഇടപെട്ടു എന്നുള്ളത്. കാരണം കേരളത്തിലെ ഇടപെടേണ്ടവർ, അധികാരമുള്ളവർ, അവരെ മതിച്ചു അതെന്തുകൊണ്ട് എന്നുള്ള വലിയ ചോദ്യമുണ്ട്. ഒരു മലയാളി പെൺകുട്ടിക്ക് വളരെ മോശമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ടി വരികയും അതിൽ അതേപോലെ തന്നെ ക്രൂരമായ കേരളത്തിൽ ഭരണകൂടം എങ്ങനെയാണ് അതിനെ സമീപിച്ചത്? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വിയറ്റ്നാമിലെ അപകടത്തിൽപ്പെട്ട മരിച്ച ഹതഭാഗ്യരുടെ ഭൗതിക ശരീരം വരുമ്പോൾ അവർ കൃത്യമായി സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിഷ്ണുനാഥ് പോയി റീത്തൊക്കെ വെക്കുന്നത് കണ്ടു. എന്റെ സാവരിയൊക്കെ അത്തരം ഒരു റീത്ത് കിട്ടാഞ്ഞത്, എന്റെ ഇത്തരത്തിലുള്ള മന്ത്രിമാരാണ് ചെല്ലാഞ്ഞത്. ആദ്യ സ്ഥലം MLA എന്ന നിലയിൽ ഹരിപ്പാട് MLA എന്ന നിലയിൽ ആഭ്യന്തരമന്ത്രി, അതും ശവസംസ്കാരം നടക്കുന്നു പോയില്ല. തൊട്ട് പിറ്റേ ദിവസം ചെന്ന് ഒരു കാര്യം അന്വേഷിച്ചു പോകുന്നു എന്നതിനപ്പുറത്തേക്ക് പ്രസ്താവനകളില്ല, സഹായമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. ഇത്രയും ലക്ഷങ്ങൾ ചെലവഴിച്ച് ഒരു വിദ്യാഭ്യാസത്തിന് പോയി അതിലെ കുട്ടിയെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് ഒരു താൽക്കാലിക സമാശ്വാസം പോലും പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഗവൺമെന്റിനായിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം എവിടെ എത്താനാണ്, എന്ത് ഇവിടെ കിടന്നത്? ഇത് നടന്നത് മുഴുവൻ ഉസ്ബെക്കിസ്ഥാനിലല്ലേ. അപ്പൊ ഇവിടെ ഇത് ശക്തമായി ആവശ്യപ്പെടേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനോടായിരുന്നു, കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ്. പക്ഷേ അത് ചെയ്തില്ലേ. കാരണം സത്യം പുറത്തു വരരുത് എന്നവർ ആഗ്രഹിക്കുന്നു. ഇത് കേവലം ഈ സാമൂഹ്യ കുട്ടിക്ക് വേണ്ടി മാത്രമല്ല, ഇവിടെ നിന്ന് സ്വർഗമാണ് എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ച് കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കടലിൽ കൊണ്ടുപോകും. ഈ പറയുന്ന യാഥാർത്ഥ്യങ്ങളൊന്നും അവിടെ ഇല്ല എന്ന വസ്തുത അത് അഡ്രസ് ചെയ്യേണ്ടതല്ലേ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പറഞ്ഞു. എന്താണ് ഇസ്ലാമിക അന്തരീക്ഷം? ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരു ഹോസ്റ്റലിനകത്തിടുന്നത്, ഒന്നിച്ച് പഠിക്കാൻ സമ്മതിക്കുന്നത്. അപ്പോ ഇത്ര എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും പലപ്പോഴും കുട്ടികളെ ചെന്നെത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ പുറത്തു പറയാൻ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പഠിക്കാൻ പോകണു എന്നുള്ള ആ ഒരു പേര് അത് പിന്നെ സമാജത്തിൽ അവരോട് ബുദ്ധിമുട്ടാണ് എന്ന് അറിയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പല കുട്ടികളും അനുഭവിക്കുന്നത് പറയില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതൊരു ഈ സബരിയുടെ ഒരു ഒറ്റപ്പെട്ട കേസല്ല. ഇതിന് ഗൗരവമായി വിദേശ വിദ്യാർത്ഥികൾക്ക് എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ പരസ്യങ്ങൾ വരുന്നത്? ഈ വിദേശത്തടക്കം പോകുമ്പോൾ ഇസ്ലാമിക പരിസരത്ത് പഠിക്കാൻ നടക്കാം, പഠനം നടക്കാം എന്നൊക്കെയുള്ളൊരു ഒരു പരസ്യം ഈ കേരളത്തിനകത്ത് വന്നു എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തില്ല ഇതുവരെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന പ്രബുദ്ധതയൊക്കെ വെറുതെയല്ലേ. MBBS പഠിക്കാൻ ഇസ്ലാമിക അന്തരീക്ഷം എന്നാണ് പറഞ്ഞത്. അപ്പോ ഇസ്ലാം അല്ലാത്തൊരു കുട്ടിക്ക് ഇസ്ലാമിക അന്തരീക്ഷം ഒരുക്കാനുള്ള ശ്രമമായിരുന്നു ആ പ്രതി നടത്തിയിരുന്നത്. അവളായിരുന്നു ആ പ്രതിയുടെ അമ്മ ഇവിടെ നിന്ന് വിളിച്ച് ആവശ്യപ്പെട്ടിരുന്നത് ആ കുട്ടിയോടെ. വളരെ ഇത്തരത്തിൽ പിന്നെ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറണം എന്ന് നിർബന്ധിക്കുകയായിരുന്നു അമ്മ ഇവിടുന്ന് ചെയ്തിരുന്നത്. അപ്പൊ ഈ അന്വേഷണത്തിന് വലിയ തലമുണ്ട്. വെറുതെ ഒരു ലാപ്ടോപ്പ് എടുത്ത് തലക്കടിച്ച് തൽക്കാലം നിരോധനം വന്നപ്പോ ചെയ്തൊരു കാര്യം, തൽക്കാലം പെട്ടെന്നൊരു ദേഷ്യം കയറിയപ്പോ ചെയ്തൊരു കാര്യമല്ല അത്. ഒരു നിമിഷത്തിന്റെ ഒരു ഇതൊന്നും അല്ല അത്. കാരണം നമുക്ക് ആ ലാപ്ടോപ്പ് കണ്ടാൽ അറിയാം, ലാപ്ടോപ്പ് കണ്ടവളാണ് ഞങ്ങളൊക്കെ. അത് വെച്ചിട്ടൊന്നും ഇങ്ങനെ ദേഹം മുഴുവൻ ഒരിക്കലും തല്ലിച്ചതക്കാൻ സാധിക്കില്ല. ശരിക്കും ഇഞ്ച ചതയ്ക്കുക എന്നൊക്കെ നാട്ടിൽ പറയുന്ന പോലെ തന്നെ ഒരു ഇഞ്ച് സ്ഥലമില്ലാത്ത വിധത്തിൽ അങ്ങനെ ചതച്ച് ഇതാക്കിയിരിക്കുന്ന കുട്ടിയുടെ ദേഹം അത്രയും ചോര കടങ്ങലിച്ച് കിടക്കാം. ഇതൊരു താൽക്കാലിക ദേഷ്യത്തിന് ഒരു ലാപ്ടോപ്പ് വെച്ച് അടിച്ചതല്ല. മാത്രമല്ല ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ? കാരണം ഈ പറഞ്ഞ ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അവിടെ പഠിക്കാൻ അവസരം കൊടുക്കാം എന്നൊക്കെ പരസ്യം കൊടുക്കുന്ന കുടുംബം നിസ്സാരമല്ല. അവർക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിർണായകമായി സ്വാധീനമുണ്ട്. അവര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ളത്. അവര് പറഞ്ഞാൽ കേൾക്കുന്ന ഒരു ഭരണകൂടമാണോ ഉസ്ബെക്കിസ്ഥാനിലുള്ളത്? അവിടെ ഇസ്ലാമിക അന്തരീക്ഷം ഉറപ്പുവരുത്തുമെങ്കിൽ അവിടെയുള്ള അധികൃതരുടെ പിന്തുണയില്ലാതെ ഇവർക്ക് എങ്ങനെ പരസ്യം കൊടുക്കാൻ സാധിക്കും? ഇവിടെ ഹോസ്റ്റൽ ഒരുക്കി കൊടുത്താൽ പോരല്ലോ, ഇവിടെ ഒരുക്കി കൊടുത്താൽ ഹോസ്റ്റലുകൾ ഒരുക്കി കൊടുത്താൽ പോരല്ലോ ഇവര്. അപ്പൊ ഈ ILM എന്ന സ്ഥാപനത്തിലൂടെ റിക്രൂട്ട് ചെയ്യപ്പെടുന്നവർക്ക്
അവിടെ ഇസ്ലാമിക അന്തരീക്ഷം ഒരുക്കി കൊടുക്കണമെങ്കിൽ ആ കോളേജിന്റെ അധികൃതരും ഈ പരസ്യമിട്ടവരും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കണമെങ്കിൽ കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ഇവിടെ ഇട്ടാവട്ടത്തിൽ കടന്ന് വട്ടം തിരിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പ്. അതുകൊണ്ട് ഇതിൽ കേന്ദ്ര ഇടപെടൽ ആവശ്യമാണ്. സദാനന്ദ മാഷിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ സന്ദർഭത്തിൽ അത് കേന്ദ്രത്തിന്റെ അമിത്ഷായ്ക്ക് കത്തയച്ച് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചതിന്. കാരണം ഇവിടുത്തെ ചിലർ അനാഥരാണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിന് വേണ്ടാത്തവരാണോ, അതിന്റെ പുറമ്പോക്കിൽ നിൽക്കുന്നവരാണോ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ഇസ്രായേലിൽ അപകടത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ ആ ഇസ്രായേലിൽ മരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പോലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അവരെ തഴയും. അപ്പൊ അങ്ങനെ പുറമ്പോക്കിൽ നിൽക്കേണ്ടി വരുന്നവർക്ക് ആരെങ്കിലുമൊക്കെ സഹായം ഉണ്ട് എന്നറിയുന്നത് വളരെ വലിയൊരു ആശ്വാസമാണ്. ഏതായാലും അമിത്ഷാജിയുടെ ഇടപെടൽ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വലിയ പ്രതീക്ഷയും തരുന്നു. സാവരിയുടെ കുടുംബത്തിന് നീതി കിട്ടിയേ പറ്റൂ. കാരണം അങ്ങനെ ഒരു ഫോട്ടോ ആ കുടുംബത്തിന് കിട്ടിയെന്നല്ല, കുട്ടിയുടെ ബോഡിയുടെ ഫോട്ടോ കിട്ടിയെന്നാൽ അവർക്കത് ഏത് കാലത്താ മറക്കാൻ സാധിക്കുക? 10 മാസം വയറ്റിലെത്തി നൊന്ത് പ്രസവിച്ച് കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി വളർത്തിയ ഒരു അമ്മയ്ക്ക്, ഒരച്ഛന് ആ മൃതശരീരത്തിന്റെ ആ ഫോട്ടോ സഹിക്കുമോ? അതുകൊണ്ട് അവർക്ക് നീതി കിട്ടിയേ മതിയാകുള്ളൂ. ആ നിലയ്ക്ക് സദാനന്ദ മാഷിന്റെ ഈ നീക്കം വളരെ സ്വാഗതാർഹമാണ് എന്ന് പറയാതിരിക്കാം.